പാകിസ്ഥാനിൽ ഹൈ ടെൻഷൻ മൂഡാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ നിലവിൽ മുന്നിലേക്ക് പോകുന്നത്. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കാനായി ഷഹബാസ് ഷെരീഫിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള വ്യോമാതിർത്തി അഫ്ഗാനിസ്ഥാൻ അടച്ചിരിക്കുന്നു എന്ന സുപ്രധാന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാൻ സ്വീകരിച്ച ഈ നിലപാട് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. താലിബാൻ സർക്കാർ പെട്ടെന്നാണ് വ്യോമാതിർത്തി അടച്ചത്. പാകിസ്ഥാൻ ഒരു പ്രവേശന നിരോധിത മേഖല സൃഷ്ടിച്ചു. ഈ തീരുമാനം പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ട്രാൻസിറ്റ് വിമാനങ്ങൾക്കും അഫ്ഗാൻ സർക്കാർ താൽക്കാലികമായി വ്യോമാതിർത്തി അടച്ചു. ഇത് നിരവധി PIA വിമാനങ്ങൾ റദ്ദാക്കാൻ നിർബന്ധിതരാക്കി. അന്താരാഷ്ട്ര ചരക്ക് ഹജ്ജ് റൂട്ടുകളെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. ഇതിന് വ്യക്തമായ കാരണമൊന്നും താലിബാൻ നൽകിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായിട്ടാണ് ഈ സംഭവം എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ വ്യോമാക്രമണം നടത്തിയത്. ഇതിൽ 10 പേർ കൊല്ലപ്പെട്ടതിൽ 9 കുട്ടികളും ഒരു സ്ത്രീയുമായിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി ഞങ്ങൾ പാകിസ്ഥാന് നൽകുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമസേനയടക്കം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. താലിബാൻ നുഴഞ്ഞുകയറ്റ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഗൊറില്ല വാർഫെയറിൽ അഗ്രഗണ്യരാണ്. അതുകൊണ്ട് കരസേനയെയും ഇപ്പോൾ ആ അതിർത്തിയിൽ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലും ദുരന്ത് ലൈനിലും ഇപ്പോൾ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് ജാഫർ എക്സ്പ്രസ് വീണ്ടും ബലൂചിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.